നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ലെനോറ ബോട്ടിക്, ഓപ്പോസിറ്റ് സിറ്റി ഹോസ്പിറ്റൽ, അൽ അമൽ കോംപ്ലക്സ്. കോൺടാക്ട് 7025521850 9656297054. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന വ്യാപകമായി നടത്തപ്പെടുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി ഗാന്ധിയെ കൊന്നവർ രാജ്യത്തെ കൊല്ലുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചു നടത്തുന്ന ഭീകരവിരുദ്ധ സംഗമത്തിന്റെ ഭാഗമായി SDPI തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഭീകരവിരുദ്ധ സംഗമം സംഘടിപ്പിച്ചു. സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് റഹീസ് പുറത്തൂർ സംസാരിച്ചു. കൈക്ക് പിടിക്കുവാൻ ഇന്ത്യയിലെ പൊതുജന സമൂഹം തയ്യാറാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. പാർട്ടിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരിക്കൽ കൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, RSSനെ കൊന്നവർ അത് ഗാന്ധിജിയെ കൊന്നവർ അത് RSS ആണ്. ഗാന്ധിജിയെ കൊന്നവർ ഇന്ത്യയെ കൊല്ലുന്നു, ഇന്ത്യയെ ഭരണഘടനയെ കൊല്ലുന്നു, ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളെ കൊല്ലുന്നു എന്ന് നിരന്തരമായി ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, പാർട്ടിയുടെ സംസ്ഥാന ഘടകം, പാർട്ടിയുടെ ദേശീയ നേതൃത്വം, പാർട്ടിക്ക് സ്വാധീനമുള്ള മുഴുവൻ പ്രദേശങ്ങളിലും, മുഴുവൻ പഞ്ചായത്ത് തലങ്ങളിലും, മുനിസിപ്പൽ തലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ട് ഇന്ന് ജനുവരി 30-ാം തീയതി ഭീകരവിരുദ്ധ ദിനം, അതായത് ഇന്ത്യ കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ ഭീകര സംഘടന അത് RSS ആണ് എന്ന് ഇത്തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. പ്രിയമുള്ളവരെ, ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ കൊല ചെയ്യപ്പെട്ടിട്ട് ഇന്നേക്ക് 77 വർഷം തികയുകയാണ്. അന്ന് നമ്മുടെ ഗാന്ധിജിയെ കൊന്നവർ ഇന്ന് രാജ്യത്തെ മൊത്തം കൊന്നു തീർക്കുന്ന അവസ്ഥയിലേക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് റഹീസ് ഉദ്ഘാടന സംസാരത്തിൽ പറഞ്ഞു. രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ കൂടി ശത്രുവാണ് എന്നത് നാം ഓരോരുത്തരും തിരിച്ചറിയണമെന്നും റഹീസ് കൂട്ടിച്ചേർത്തു. SDPI തിരൂർ മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് ഷാഫി സബ്ക അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ പ്രസിഡന്റ് നജീബ് തിരൂർ ഭീകരവിരുദ്ധ സംഗമത്തിൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ മഹത്തായ ആശയം സാധ്യമായത് എണ്ണിയാലൊടുങ്ങാത്ത ധീരരക്തസാക്ഷികളുടെ ജീവനും രക്തവും ബലി നൽകിയാണ്. മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് ഹംസ അന്നാര സ്വാഗതവും ട്രഷറർ ആദംകുട്ടി നന്ദിയും പറഞ്ഞു. TVN ന്യൂസ് തിരൂർ. യുവതയുടെ ഹൃദയത്തിലേക്ക് വസ്ത്രവിസ്മയമൊരുക്കി ലെനോറ ബോട്ടിക്. ആധുനിക രീതിയിലുള്ള ഫാഷൻ വസ്ത്രങ്ങളുടെ വൈവിധ്യമൊരുക്കി സ്ത്രീകൾക്ക് മാത്രമായി തിരൂരിൽ ഒരു വിപണന കേന്ദ്രം. മനം മയക്കുന്ന ആരുടെയും ശരീരത്തിനിണങ്ങുന്ന വസ്ത്രശേഖരങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കും കലവറ. ലെനോറ ബോട്ടിക്, ഓപ്പോസിറ്റ് സിറ്റി ഹോസ്പിറ്റൽ, അൽ അമൽ കോംപ്ലക്സ്. കോൺടാക്ട് 7025521850 9656297054.